ഡിയർ ഓപ്പറേറ്റേഴ്സ്, നമ്മളുടെ എക്സ്ട്രാ ഡിജിറ്റലിൻ്റെ IPTV ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്പറിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ആപ്പ് പാനാക്സസ് APK എക്സ്ട്രാ APK എന്ന് പറഞ്ഞാൽ 2 ഫുൾ ഫയൽ കാണും. ഇത് ഓഫ്ലൈൻ ഇൻസ്റ്റലേഷനാണ്. ഇത് കഴിഞ്ഞിട്ട് ഓൺലൈനും ഇതിൻ്റെ കൂടെ തന്നെ പറയണമായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഓഫ്ലൈനായിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതിൽ എക്സ്ട്രയുടെ APK ഉണ്ട്, എക്സ്ട്രയുടെ ലോഗോ ഉള്ളതുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതേപോലെ ചോദിക്കും, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അതിൽ പെർമിഷൻ അല്ലെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് പെർമിഷൻ അലോ ചെയ്തിട്ട് റിട്ടേൺ വന്നിട്ട് വീണ്ടും ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാളിന് കൊടുത്തതിന് ശേഷം ഇത് ഓപ്പൺ കൊടുക്കുക, നമ്മൾ ആപ്പ് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇത് ഓപ്പൺ കൊടുക്കുമ്പോൾ യൂസർ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഹോൾഡായിട്ട് നിൽക്കട്ടെ. ഇനി നമുക്ക് സെയിം എങ്ങനെ ഓൺലൈനിൽ ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് ഇനി നോക്കാം. അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിൽ സെർച്ച് ബാറിൽ പോയിട്ട് അതിലിപ്പോൾ എക്സ്ട്രയുടെ ആപ്പ് ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പാൻ പ്ലേ എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ പാൻ പ്ലേ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിൽ പാൻ പ്ലേ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ രണ്ടാമത്തതായിട്ട് വരും താഴെ പാൻ പ്ലേ ബൈ പാനാക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ഞാൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്തു ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്താൽ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഓഫ്ലൈനിൽ ചെയ്ത അതേപോലെ തന്നെയാണ് ഇതും വരും, വ്യത്യാസമല്ല. അപ്പോൾ ഇനി അങ്ങോട്ട് രണ്ടാണെങ്കിലും കോമൺ ആണ്. അപ്പോൾ യൂസർ ID കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഓപ്പറേറ്റർ സപ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബറിന് ഒരു യൂസർ IDയും പാസ്വേഡും ആയിരിക്കും അതേപോലെ തന്നിട്ടുണ്ടാവും, യൂസറും പാസ്വേഡും. അത് അതേപോലെ ടൈപ്പ് ചെയ്യുക, നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതേപോലെ ടൈപ്പ് ചെയ്യുക. പിന്നെ എക്സ്ട്രാ നെറ്റിൻ്റെ ഇൻ്റർനെറ്റ് തന്നെ നിർബന്ധമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. വേറെ നെറ്റിലൊന്നും കണക്ട് ചെയ്യരുത്. മൾട്ടിപ്പിൾ വൈഫൈ ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം ഒഴിവാക്കി എക്സ്ട്രാനെറ്റ് മാത്രം കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പം വൈഫൈ മാറിപ്പോയാലും വർക്കാവേണ്ടി വരും. അപ്പോൾ എക്സ്ട്രാനെറ്റിൻ്റെ നെറ്റ് കണക്ട് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത് ടൈപ്പ് ചെയ്ത് ആണ് പിന്നെ നമ്മൾ ലോഗിനിലോട്ട് പോകേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ഇനി ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് സേവ്, ഇതിൽ സേവ് വേണമെങ്കിൽ കൊടുക്കുക. പക്ഷേ മറ്റേതിൽ എന്തായാലും സേവ് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. യൂസറും പാസ്വേഡും താഴെ സേവ് ടിക്ക് ചെയ്തിരിക്കണം. എന്നിട്ട് ഇങ്ങനൊരു ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് ഇങ്ങനെ വരും. അപ്പോൾ റീഫ്രഷ് എന്തായാലും റീഫ്രഷ് മിനിമം 2 തവണ ചെയ്തിരിക്കണം. റീഫ്രഷ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെയുള്ള നെക്സ്റ്റ് ഐക്കൺസ് നമുക്ക് പരിചയപ്പെടാം. ആദ്യം പ്രൊഫൈൽ, എബൌട്ട്. അപ്പോൾ പ്രൊഫൈലിലോട്ട് നമ്മൾ പോകുമ്പോൾ പ്രൊഫൈലിൽ നമ്മളെ പേര്, സബ്സ്ക്രൈബർ പേര്, പിന്നെ ഏതൊക്കെ പാക്കേജാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, IPTV മലയാളം, IPTV അങ്ങനെ ലോഞ്ച് പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ ഗോറ്റ് ലൈസൻസ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിലാണ് ഇപ്പോൾ ഞാൻ കയറിയത്. അപ്പോൾ ഗോറ്റ് ലൈസൻസിൽ അഥവാ അൺടിക്കാണ് ചെയ്തിരിക്കണമെങ്കിൽ ഇതേപോലെ ചാനൽസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഗോറ്റ് ലൈസൻസിൽ പോയിട്ട് നമ്മളെ മെയിൻ ഹാർഡ്വെയർ കീ ആണ്, ഈ കീയിൽ പോയിട്ട് ടിക്ക് ഇട്ടിട്ട് 4 0 കൊടുക്കണം. 4 0 കോമൺ ആണ്, അത് 4 0 കൊടുക്കണം. അഥവാ അൺടിക്കായിട്ടാണ് കിടക്കണമെങ്കിൽ 4 0 കൊടുത്ത് ഓക്കെ ആക്കിയാൽ മതി. ഈ പറഞ്ഞ പോലെ പ്രൊഫൈലിൽ ഗോറ്റ് ലൈസൻസിൽ പോയിട്ട് എന്നിട്ട് ക്ലോസ് ചെയ്താൽ നമ്മളെ ചാനൽസ് എല്ലാം വരുന്നതായിരിക്കും. പിന്നെ ജസ്റ്റ് റൈറ്റ് സൈഡിലുള്ള എബൌട്ട് ഇതിൻ്റെ കമ്പനീനെ കുറിച്ചുള്ള സംഭവങ്ങളാണ്. പിന്നെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എന്നതെന്ന് പറഞ്ഞാൽ EPG ആണ്. അതായത് അതിൽ ഏതൊക്കെ ചാനൽ എന്തൊക്കെ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഫുൾ ലിസ്റ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതിൻ്റെ ജസ്റ്റ് ഇതാണ്. അപ്പോൾ എന്തായാലും മെയിനായിട്ട് നമ്മൾ ചാനൽസ് റൺ ചെയ്യണത് ഈ കാണുന്ന മുകളിലാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ എക്സ്ട്രാ ലൈഫ്, ഫ്ലവേഴ്സ് അങ്ങനെ റൈറ്റ് സൈഡിലൂടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ സെറ്റ് ബോക്സുകളിലൊക്കെ ആണെങ്കിൽ താഴോട്ടാണ് വരിക. ഇതിൻ്റെ താഴോട്ട് എന്നുള്ളതിന് പകരം ഇങ്ങോട്ട് റൈറ്റ് സൈഡിൽ സ്ലൈഡിങ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ ബൊക്കെ, ആൾ ചാനൽ, എക്സ്ട്രാ HD മലയാളം, തമിഴ് അങ്ങനെ വരും. അതിൽ ഓൾ ചാനൽ എടുത്താൽ ഓൾ ചാനൽ വരും. പിന്നെ അൾട്രാ HD എടുത്താൽ അൾട്രാ HDൻ്റെ മാത്രമായിട്ട് വരും. അപ്പോൾ നമുക്ക് ബൊക്കെ എടുക്കുമ്പോൾ ആ ബൊക്കയിലുള്ള ചാനൽ മാത്രം വരും. ഓൾ ചാനൽ എടുക്കുകയാണെങ്കിൽ എല്ലാ ചാനലും വരും. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ ഒരു ബൊക്കെ എടുക്കണം. ഇപ്പോൾ അൾട്രാ HD ലോട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ അൾട്രാ HD എടുത്തിട്ട് അതിലുള്ള ഏതെങ്കിലും ഒരു ചാനൽ മഴവിൽ HD ഇപ്പോൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ
അതിലുള്ള കണ്ടൻറ്റ് വരും. പിന്നെ നമുക്ക് റിമോട്ടിൽ അപ്പ് ആൻഡ് ഡൗൺ വെച്ചാൽ ചാനൽ മാറുന്നതായിരിക്കും. ഇതിപ്പോൾ HD ആകുമ്പോൾ HD ബൊക്കയിലുള്ള ചാനൽസ് വരും. ഇപ്പോൾ കണ്ടില്ലേ സെൻസഡ് 1 HD അങ്ങനെ ചാനൽസ് വരുന്നതായിരിക്കും. ഇതാണ് ഇങ്ങനെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ബാക്ക് പോകണമെങ്കിൽ ബാക്ക് സാധാ റിമോട്ടിൽ ബാക്ക് എടുത്താൽ മതി. ഇനിയിപ്പോൾ വേറെ ടച്ചുള്ള സ്ക്രീനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി, അങ്ങനെ റൈറ്റും ലെഫ്റ്റും ആയിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക്. ഇതേപോലെ ഈ പറഞ്ഞ വീഡിയോ പോലെ ചെയ്താൽ 100% നിങ്ങൾക്ക് ചാനൽ കിട്ടുന്നതായിരിക്കും പാക്ക് ആക്റ്റീവ് ആണെങ്കിൽ. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ, ഒരു രക്ഷയില കിട്ടുന്നില്ലെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി സപ്പോർട്ട് നമ്പറിൽ.